നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ശ്രുതി ഈ ഫോട്ടോയിലേക്ക് ഒന്ന് ശരിക്കും നോക്കിയേ, ഇത് ആന്റിയുടെ ഫോട്ടോ അല്ലേന്ന് ചോദിച്ചു. ശ്രുതി നോക്കി, ശരിയാണല്ലോ, അമ്മയുടെ കോലം എന്താ ഇങ്ങനെ ഇരിക്കണേ? അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി ഓർക്കുന്നുണ്ടോ, അന്ന് കോലമാവിനകത്ത് കുളിച്ചിരിക്കുന്ന അമ്മയുടെ രൂപം, അന്ന് കുറെ അരിപ്പൊടിയും കാര്യങ്ങളും എല്ലാം അമ്മയുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അന്ന് അമ്മ ഇങ്ങനെയാ നിന്നേന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ, അതുപോലെ തന്നെയാണുള്ളത്. പിന്നീട് അയാളോടിച്ചു, നിങ്ങൾക്ക് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചു. അതെ, ഫേമസ് ആയിക്കൊണ്ടിരിക്കുക, കണ്ണേറമ്മ പേര് വീണിരിക്കുന്നത്. കേരളത്തില് ഇപ്പൊ ഇത് ആദ്യമായിട്ടാ കൊണ്ടിരുന്നത്, പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി ചോദിച്ചു, ഇതിന് വേറെ ഫോട്ടോസ് കയ്യിലുണ്ടോ? എത്രണ്ണം വേണം സാറിന്? ഞാൻ തരാന്നും പറഞ്ഞോണ്ട് കുറെ അങ്ങ് എടുത്തോണ്ട് വരുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, ഇത് മൊത്തം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്തിനാ ശ്രുതി എന്തിനാ ഇതെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. പിന്നെ വാങ്ങിക്കാതെ ഇയാളത് കൊണ്ടേ പുറത്തു കൊണ്ടേ കൊടുക്കില്ലേ? അപ്പൊ പിന്നെ ആർക്കാ നാണക്കേട്? അമ്മയ്ക്കല്ലേന്ന് ചോദിച്ചു. പിന്നീട് അയാളോട് പറഞ്ഞു, ഇനി ഇതിന്റെ കോപ്പി ഉണ്ടോന്ന് ചോദിച്ചു നിങ്ങളുടെ കയ്യില്. ഇല്ല, ഇനി എന്താണെങ്കിലും ഞാൻ എടുത്തോണ്ട് വരാം. സാറ് തന്നെ ഇത്ര വാങ്ങിയില്ലെന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞു. പോലീസ് പിടിക്കാനോ? അതെ, നിങ്ങളെ പോലീസ് പിടിക്കും. ഇത് ഞങ്ങളുടെ അമ്മയാ, ഞങ്ങൾ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾ അകത്ത് പോകും. അതുകൊണ്ടാണ് ഇത് മൊത്തം ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, എന്നാലും നമ്മൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, കടയിൽ ഒരെണ്ണം ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, കാരണം കണ്ണേറ് മാറുന്നു പറഞ്ഞ അയാളെ തന്ന. ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇത് ചന്ദ്രമതിയാന്ന് അവർക്ക് മനസ്സിലാവുന്ന പോലും. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ഈ ശ്രുതി, എന്ത് ചെയ്യാനാന്ന് പറ. ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലോ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും ശ്രുതിയുടെ ഫോണിലേക്ക് വിമല വിളിക്കുന്നുണ്ട്. വിമല വിളിച്ചിട്ട്, മോളെ ഇതിന്ന് എവിടെയാന്ന് ചോദിച്ചു. അമ്മ ഞാൻ കടയിലാ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു. മോളെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായിട്ടാ, ഞാനൊരു ജോൾസിനെ കാണാൻ പോയായിരുന്നു. മോൾക്ക് എന്തൊക്കെയോ കഷ്ടകാലം വരാൻ പോണേന്ന് പറഞ്ഞേ. കഷ്ടകാലം അത് മുമ്പ് വന്നു കഴിഞ്ഞല്ലേ അമ്മേ, ഇനിയിപ്പൊ എന്ത് കഷ്ടകാലം വരാനാ? മോളെ എന്നാലും നീ സൂക്ഷിക്കണം, എനിക്ക് നല്ല ഭയമുണ്ട്. നീ അവിടെ കള്ളത്തരമൊക്കെ പറഞ്ഞിരിക്കുന്നോണ്ട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ അവർ പിടിക്കപ്പെടുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ അങ്ങനെ ചില സ്വപ്നങ്ങളും കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, തൽക്കാലത്തേക്ക് അമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെ അറിയാലോ. പിന്നെ ദൈവത്തോർത്ത് അമ്മ ആരോടും ഒന്നും പറയാതിരുന്നാ മതി. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. മോളെ എന്നാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. പിന്നെ സൂക്ഷിക്കാനായിട്ട് ഇതിൽ പരൊരു കഷ്ടകാലം ഒന്നും വരാനില്ല. മനുഷ്യനാണ് ഇവിടെ ഓരോ ദിവസം എങ്ങനെ തള്ളി നിൽക്കണമെന്ന് എനിക്കും അറിയത്തുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. വിമലയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. തന്റെ മോൾക്ക് നല്ല സമയമല്ല ഇത്, കഷ്ടകാല സമയമാണ്. ഇനി എന്തേലും ആപത്ത് വരുമോ എന്നൊരു പേടിയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് രേവതി പൂ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് രേവതിയുടെ പിന്നാലെ ഒരുത്തം വരുന്നേ. രേവതി ശ്രദ്ധിച്ചു, കുറച്ച് ദിവസമായിട്ട് ഇവൻ തന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. താൻ എവിടെ പോയാലും ഇവനെ കാണുന്നുണ്ട്. ഇവന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ കാര്യമുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ രേവതി ചിന്തിക്കുകയാണ്. ഇനി തന്റെ പിന്നാലെ ഇവൻ വരുവാണെങ്കിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്തണമെന്ന് പറഞ്ഞു. കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണം. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രേവതി സച്ചിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ശ്രീകാന്തും വർഷ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ മാത്രം ഇല്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ശ്രുതി തന്റെ കയ്യിരുന്ന ഫോട്ടോ ചന്ദ്രമതിയുടെ ഇലേക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ചന്ദ്രമതി ഇലയ്ക്ക് നോക്കി, സൂക്ഷിച്ചെന്ന് നോക്കി കഴിഞ്ഞിട്ട്, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അതെ, ദൃഷ്ടിദോഷം മാറ്റാനാന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് തന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിയോട് നിന്ന് കാണിച്ചടാ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിൻ, രേവതി, ശ്രീകാന്ത്, വർഷ എല്ലാരും അതിങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, ആഹാ രേവതി നോക്കിക്കേ, ഇത് അമ്മയുടെ ഷേപ്പ് ഇല്ലേന്ന് ചോദിച്ചു. അത് സച്ചിയോടൊന്നും മിണ്ടായിരിക്കെ, ഇനി അത് മതി, അമ്മ വഴക്കുണ്ടാക്കാനെന്ന് പറഞ്ഞു. ഒടുവില് ചന്ദ്രമതി ഇത് വാങ്ങിച്ച് ഒന്നുകൂടെ നോക്കുന്നുണ്ട്. ഇത് ആരടാന്ന് ചോദിച്ചു. അമ്മേ ഇതാണ് കണ്ണേറമ്മ എന്ന് പറഞ്ഞു. കണ്ണേറമ്മയോ? അതെ, ഇത് നമ്മുടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ എല്ലാ ദൃഷ്ടിദോഷം മാറൂന്നാ പറയണേ. കുറെ സ്ഥലങ്ങളിൽ ഇതിപ്പോ ഇതുണ്ട് പോലും. എല്ലാവർക്കും ഭയങ്കര വിശ്വാസം ഇതിൽ നിന്ന് പറഞ്ഞു. അല്ല അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. എന്ത് അമ്മ, ഇത് അമ്മയുടെ ഫോട്ടോ തന്നെയെന്ന് പറഞ്ഞു. എന്റെയോ? ചന്ദ്രമതി ഒന്ന് ഞെട്ടിപ്പോയി. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിൻ, രേവതി എല്ലാരും കൂടെ ചിരിക്കണം. സച്ചി അപ്പോഴേ രേവതിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിച്ചു. വർഷ ചോദിച്ചു, ആഹാ അത് കൊള്ളാലോ, ഒന്നുകൂടെ കാണിച്ചൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. വർഷ ചിരിക്കുവാണ്. ചന്ദ്രമതിക്കോ ആകെപ്പാടെ നാണക്കേടായി. ചന്ദ്രമതി ചോദിച്ചു, എടാ നീ എന്തിനാടാ ഇതും പൊക്കി പിടിച്ചിന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, വീട്ടിൽ വെക്കുവാണെങ്കിൽ കണ്ണേറ് കിട്ടത്തില്ലോ എന്ന് ഓർത്തിട്ടോ. അവന്റെ കണ്ണേർന്ന് പറഞ്ഞൊരു ഒറ്റ ഏറായിരുന്നത്.
ആ സമയം രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നേ. രവീന്ദ്രന്റെ മുന്നിലേക്ക് വീണത് പൊട്ടിച്ചെതറി. രവീന്ദ്രൻ അതെടുത്തിട്ട് സൂക്ഷിച്ച് അതിലേക്ക് ഒന്ന് നോക്കുവാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛാ അത് ആരാന്ന് മനസ്സിലായോ? അമ്മയുടെ ഫോട്ടോയാന്ന് പറഞ്ഞു. രവീന്ദ്രൻ നോക്കുന്നുണ്ടപ്പം ചന്ദ്രമതിയൊക്കെ രവീന്ദ്രനെ തന്നെ നോക്കുകയാണ്. പിന്നീട് രവീന്ദ്രൻ ഒറ്റ ചിരിയായിരുന്നു. ആഹാ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, മേക്കപ്പ് ഇല്ലാതെ അമ്മയെ കാണാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ചന്ദ്രമതി പെട്ടെന്ന് സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആരടാ നീ ആരെക്കുറിച്ചാടാ പറഞ്ഞേ? എന്നെ കുറിച്ച് തന്നെയാണോന്ന് ചോദിച്ചു. അല്ലമ്മേ, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, എടാ എന്റെ ഫോട്ടോ എങ്ങനെയാ നാട്ടുകാരുടെ കയ്യിൽ എത്തിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അമ്മ എന്ന് കോലമാവിനകത്ത് കുളിച്ചിരുന്നില്ലേ, ആ സമയത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വർഷം എടുത്തായിരുന്നല്ലോ, അതാന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് സഹിക്കോ? ചന്ദ്രമതി നേരെ രേവതിക്ക് നേരെ തിരിവാണ്. എടി, നീ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. നീ അല്ലേടി എന്ന് എന്റെ തലയിൽ കൂടി കോലപ്പൊടിയൊക്കെ വാരി വിതറിയെന്ന് ചോദിച്ചു. അമ്മേ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ, അറിയാതെ പറ്റിയതല്ലേ. എടി, എല്ലാത്തിനും കാരണം നീയാ. നീ അങ്ങനെ എന്റെ തലയിൽ കൂടെ ഒന്ന് വാരി വിതറിയതുകൊണ്ടാ ഇപ്പൊ ഈ ഫോട്ടോയെല്ലാം ഫേമസ് ആയത്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ കാരണം ഇന്ന് കഷ്ടകാലം മാത്രമേ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളൂ. നിന്നെ ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. നിന്നെ അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്തിനാടി അവളോട് ദേഷ്യപ്പെടുന്നെന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ ദേഷ്യപ്പെടാതെ, അവള് കാരണമല്ലേ ഇപ്പൊ ഈ ഫോട്ടോ നാട്ടുകാരിലെല്ലാം ഉള്ളത്. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അമ്മേ, അയാളുടെയുള്ള ഫോട്ടോസ് മുഴുവൻ ഞാൻ വാങ്ങി. കാരണം ഇനിയിപ്പോ ബാക്കി ആൾക്കാരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവില്ലേ ഇത് അമ്മയാന്നുള്ള കാര്യം. എല്ലാരും അമ്മയെ കളിയാക്കില്ലെന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കണമെന്ന് എനിക്കറിയില്ല, എല്ലാം ഇവിടെ ഒറ്റ എടുത്ത് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ആന്റി എന്തിനാണ് രേവതി ചേച്ചിനെ വഴക്കുറന്നേ? രേവതി ചേച്ചി അല്ല കാരണക്കാരി, ഞാനാന്ന് പറഞ്ഞു. ശ്രീകാന്ത് ചോദിച്ചു, എന്താ വർഷ നീ എന്താ പറയണെന്ന് ചോദിച്ചു. അതെ, അന്ന് അമ്മയെ കോലമാവിനകത്ത് കുളിച്ച് നിൽക്കുന്ന സമയത്തെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നല്ലോ. ഞാനത് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, പിന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ആരോ എടുത്തിട്ട് അങ്ങനെ ഇത് പ്രചരിച്ചാന്ന് പറയണം. അത് കേട്ടിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മുഖം കുനിഞ്ഞുപോയി. ചന്ദ്രമതിക്ക് എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മ, ഒരു കാര്യമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോ കേരളത്തിൽ മാത്രമേ ഇപ്പൊ വന്നെന്നുള്ളൂ, ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും കൂടെ നേരത്തെ ആയിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ടെന്നാ ഈ ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് ഈ ഫോട്ടോയും കൊണ്ട് വന്ന അയാൾ പറഞ്ഞേ. അല്ലെങ്കിലും ഒരു കാര്യം സത്യമല്ലെങ്കിൽ പോലും നമ്മളത് അമിതമായിട്ട് വിശ്വസിക്കുവാണെങ്കിൽ, കുറെ ആൾക്കാർ അത് തന്നെ വിശ്വസിക്കുവാണെങ്കിൽ അത് സത്യമായി തീരുന്ന പറയണേ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിദോഷം മാറും തോന്നേ. ഒരു ഫോട്ടോ ഇവിടെയും വെക്കട്ടെ എന്ന് ചോദിച്ചു. കടന്നു പോയിക്കോ എന്റെ മുന്നിൽ നിന്ന്, അവൻ ഫോട്ടോ ആയിട്ട് വന്നിരിക്കുന്നു പറഞ്ഞോട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് കയറി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു, എന്നാ പിന്നെ വെക്കണ്ടല്ലേ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. സച്ചിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, എന്റെ അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയുടെ ഒരു ഫോട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിപ്പം നമ്മളാണ് വിളിക്കേണ്ടിയിരുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? എടാ ശ്രീകാന്തേ, ഇതിനകത്ത് എന്തോ കോപ്പിറൈറ്റോ അങ്ങനെ എന്തോ സംഭവം നീ കേട്ടില്ലേ? ആ ഉണ്ട്, അങ്ങനെയുണ്ട്. അല്ല അതെന്താണ് ശരിക്കും? അല്ല, ഇതിന്റെ ഉടമസ്ഥാവശം നമുക്കല്ലേ, നമ്മളല്ലേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തേ. അപ്പൊ ഇത് മറ്റുള്ളവരെടുത്തിട്ട് വിൽക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു, കോപ്പറേറ്റ് ഇഷ്യൂസിന് വേണ്ടി. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അമ്മയുടെ കുറെ ഫോട്ടോസ് നമുക്ക് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഇതിന് എത്ര രൂപയാന്നാടാ ശ്രുതി പറഞ്ഞൊരു ഫോട്ടോയ്ക്ക്? 200 രൂപ. എന്റെ അച്ഛാ, നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 200 രൂപ അച്ഛാ ആൾക്കാർക്ക് കൊടുക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഫോട്ടോ വെച്ച് നമുക്കും പൈസ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ സമയം അകത്തിരുന്ന ചന്ദ്രമതി ഇത് കേട്ടു. ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതുപോലെ ഒരു നാണക്കേട് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തന്റെ കോലം ഭ്രാന്തിയെ പോലെ കണ്ണൊക്കെ കാണണം. സഹിക്കാൻ പറ്റിയില്ല ചന്ദ്രമതിക്ക്. പിന്നീട് ശ്രുതിയും കൂടെ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ ഉടനെ ശ്രുതി സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, അവിടെ വെച്ചിരിക്കുന്ന മാലിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ ദൃഷ്ടിദോഷം മാറ്റമുള്ള അതെടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അത് കളയാനായിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അഭിലാഷ് സാറാണ് വിളിക്കുന്നത്. സാറ് വിളിച്ചിട്ട് കൺഗ്രാസ് പറയുന്നുണ്ട്. കൺഗ്രാസ് പറഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഇന്റർനാഷണൽ ഡീലർഷിപ്പിന്റെ ലാഭവിഹിതം എന്താണെങ്കിൽ ശ്രുതിക്ക് തരണമല്ലോ. അപ്പൊ അതിന് 10 ലക്ഷം രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. സത്യമാണ് സാറേ, അതെ, ഇനിയിപ്പോ ബാക്കി ലാഭവിഹിതമൊക്കെ വഴിയെ വന്നോളും. ശ്രുതി നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യണം. അങ്ങനെ കുറെ ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ആ സമയം ശ്രുതി നേരെ അകത്തേക്ക് കയറി ഓടുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ആ ഫോട്ടോ എടുത്ത് എറിയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ട എറിയണ്ട, അത് അവിടെ തന്നെ മാലയിട്ട് വെച്ചേക്കാൻ പറഞ്ഞു. എന്താ സാറേ? അതും കൊണ്ട് ഗുണമുണ്ട്. ആ ഫോട്ടോ വെച്ച ഉടനെ സന്തോഷാർത്ഥം നമ്മളെ തേടിയെത്തിയില്ലേ, നമ്മുടെ കടയിലെ ദൃഷ്ടിദോഷമൊക്കെ മാറി ശ്രുതി.
കണ്ടില്ലേ ആ ഫോട്ടോയ്ക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ഒരു അന്താളിപ്പോട് കൂടി ശ്രുതിയെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.